വെച്ചോളൂ, ചാരി ഇരുന്നോളൂ. ചാരി ഇരുന്ന് കണ്ണടയ്ക്കാൻ പറയുമ്പോൾ ചെയ്യേണ്ടത് അറിയാമല്ലോ. ബ്രീത്തിങ്ങിനെ ശ്രദ്ധിക്കണം. ബ്രീത്തിങ്ങിനെ ശ്രദ്ധിക്കാൻ പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ പ്രസന്റിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ മറ്റ് വല്ല ചിന്തകൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ ചിന്തകൾ ഇവിടെ വരരുത്. പ്രസന്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ബ്രീത്തിങ് ആണ്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഇവിടെ നിൽക്കും. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് പാസ്റ്റിലെ ഫ്യൂച്ചറിൽ പോയി കിടക്കും. സോ യു ആർ നൗ ലിവിങ് ഇൻ ദ പ്രസന്റ് എന്ന് പറയുന്നു. ഇപ്പൊ ചെയ്യുന്ന പ്രവൃത്തിയോടൊപ്പം നമ്മുടെ മനസ്സിരുന്നാൽ അതിന്റെ അർത്ഥം ഐ ആം ലിവിങ് ഇൻ ദ പ്രസന്റ്. സോ നൗ വി ആർ ഓൾ ലിവിങ് ഇൻ ദ പ്രസന്റ്. ഇനി പാസ്റ്റിലുള്ള ഒരു അനുഭവം ഒത്തിരി കട്ടിയുള്ളതായിരിക്കരുത് കേട്ടോ. ചെറുതായിട്ടുള്ള നെഗറ്റീവ് ഈവന്റ് മനസ്സിൽ വിചാരിക്കണം. അപ്പൊ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വികാരം വരുമുണ്ടോ? വന്നു കഴിഞ്ഞാൽ ഉടനെ കണ്ടതാവും. ഇതൊരു ടെസ്റ്റാണ്. അതിൽ തന്നെ കുടുങ്ങിപ്പോയാൽ നിങ്ങൾ ആ നെഗറ്റീവിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് ആ അനുഭവം മനസ്സിലേക്ക് കൊണ്ടുവരിക. ദേഷ്യമോ സങ്കടമോ വെറുപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നിങ്ങൾ ഡൊക്കേറ്റ് ചെയ്ത യെസ് എനിക്കിപ്പോൾ ദേഷ്യം വന്നു എന്നറിഞ്ഞാൽ ഉടനെ കണ്ണു തുറക്കണം. അല്ല പേടി വന്നു എന്നറിഞ്ഞാൽ ഉടനെ കണ്ണു തുറക്കണം. പിന്നെ അവിടെ തന്നെ ഇരിക്കരുത്. എന്നിട്ട് കണ്ണു തുറന്നു. എല്ലാവർക്കും നെഗറ്റീവ് വികാരം വന്നു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം വിചാരിക്കുക. സന്തോഷം തോന്നുന്ന ഒരു അനുഭവം വിചാരിക്കുക. നല്ല സന്തോഷകരമായ ഒരു അനുഭവം. അതിൻ്റെ ഇൻറ്റൻസിറ്റി ആ നെഗറ്റീവിനേക്കാൾ കൂടുതലായിരിക്കും. നല്ല സന്തോഷം വന്നു കഴിയുമ്പം കണ്ണു തുറക്കണം. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം കാണുന്നുണ്ട്. സന്തോഷം വന്നില്ലെങ്കിൽ അങ്ങോട്ട് ആക്ട് ചെയ്തോ സന്തോഷം വന്നതായിട്ട്. എന്നാലും കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ കസ്റ്റഡിയിൽ ഒരു നെഗറ്റീവ് ഉണ്ട്, ഒരു പോസിറ്റീവ് ഉണ്ട്. ഈ നെഗറ്റീവിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് ഇനി നിങ്ങൾ രണ്ടും മാറി മാറി എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് കൊണ്ടുവരിക, അത് വന്നു കഴിയുമ്പോൾ തന്നെ പോസിറ്റീവ് കൊണ്ടുവരിക, പോസിറ്റീവ് വന്നു കഴിയുമ്പോൾ നെഗറ്റീവ് കൊണ്ടുവരിക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം മാറി മാറി ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നെഗറ്റീവ് വരികയല്ല. ഇതിനാണ് കൊളാപ്സ്ഡ് ആകാന്ന് പറയുന്നത്. ഇപ്പം തന്നെ ചെയ്തു പറഞ്ഞത്. ആ നെഗറ്റീവ് ആകാത്തൊരു ലെവൽ വരെ എത്തണം. നെഗറ്റീവും പോസിറ്റീവും മാറി മാറി കണ്ടുകൊണ്ടിരിക്കും. പിന്നെ നെഗറ്റീവ് മനസ്സിലേക്ക് വരത്തില്ല. അതാണ് തെറാപ്പി.
കഴിഞ്ഞവരൊന്ന് കൈ പൊക്കണേ. ഓക്കെ, 2 പേരായി. 3, 4, 5.